ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ഇന്ന് ഞാൻ പറയുന്നത് ഗ്രഹങ്ങൾക്ക് ഓരോ ദിശയിലേക്കും ദർശനം വന്നാലുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനാൽ പുതിയതായി ഗ്രഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാസ്തുശാസ്ത്രപ്രകാരം ഗ്രഹനിർമ്മാണം നടത്തുന്നതായിരിക്കും ഉത്തമം. ഇനി ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അതിന് വാസ്തുശാസ്ത്രപ്രകാരം പ്രതിവിധിയുണ്ട്. 8 ദിക്കുകളാണുള്ളത്. കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ്, വടക്ക്, വടക്കു കിഴക്ക് എന്നീ 8 ദിക്കുകളാണ്. കിഴക്ക് ഇന്ദ്രദിക്ക്, തെക്ക് കിഴക്ക് അഗ്നികോൺ, തെക്ക് യമദിക്ക്, തെക്ക് പടിഞ്ഞാറ് നിരർദികോൺ, പടിഞ്ഞാറ് വരുണദിക്ക്, വടക്ക് പടിഞ്ഞാറ് വായുകോൺ, വടക്ക് കുബേരദിക്ക്, വടക്ക് കിഴക്ക് ഈശാനകോൺ എന്നീ പ്രകാരമാണ് ദിക്കുകൾ അറിയപ്പെടുന്നത്. ഈ ഓരോ ദിക്കിനും അതിൻ്റേതായ ദേവതാസങ്കല്പമുണ്ട്. കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിരർദി, പടിഞ്ഞാറ് വരുണൻ, വടക്കു പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനകോൺ. ഇനി കിഴക്ക് ദർശനമുള്ള ഗ്രഹത്തെക്കുറിച്ച് നോക്കാം. എല്ലാ പ്രാപഞ്ചിക രശ്മികളും കിഴക്ക് വഴിയാണ് കടന്നു വരുന്നത്. ഈ ദിക്ക് നോക്കിയാണ് എല്ലാ ശുഭകർമ്മങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് ഭവനത്തിൻ്റെ കിഴക്ക് ദിക്ക് വിസ്താരമേറിയതായിരിക്കണം. പോസിറ്റീവ് തരംഗങ്ങളുടെ പ്രയാണം ഇതുവഴിയാണ്. കിഴക്ക് ദിക്ക് പുരുഷന്മാർക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. കിഴക്ക് ദർശനമുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് പുരോഗതിയും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും. ഈ ദിക്കിനെ അവഗണിക്കുന്നവർക്ക് ധനനഷ്ടവും മാനഹാനിക്കും ഇടവന്നേക്കാം. ഇനി പടിഞ്ഞാറ് ദർശനമുള്ള ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ വെള്ളവും അതുവഴി ജീവൻ്റെ നിലനിൽപ്പിൻ്റെയും ദേവനായ വരുണൻ്റെ ആധിപത്യമാണ് പടിഞ്ഞാറിനുള്ളത്. പടിഞ്ഞാറ് ദർശനമുള്ള ഭവനത്തിൽ താമസിക്കുന്നവർ ഉറച്ച അഭിപ്രായമുള്ളവരായിരിക്കും. അവരെ ഭരിക്കാനോ സ്വാധീനിക്കാനോ കഴിയില്ല. തൊഴിൽ, വ്യാപാരം എന്നിവയുടെ വളർച്ചയിൽ ഈ ദിക്ക് വഹിക്കുന്ന പങ്ക് വലുതാണ്. ഈ ദിക്കിൽ കുഴപ്പമുണ്ടായാൽ താമസക്കാർക്ക് കുപ്രസിദ്ധിയായിരിക്കും ഫലം. അതുപോലെ ധനനഷ്ടം, മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ഇവിടെ സ്ഥലസൗകര്യം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇനി തെക്ക് ദർശനം വരുന്ന ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ മൃത്യുവിൻ്റെ ദേവനായ യമൻ്റെ സ്ഥാനമാണ് തെക്ക്. ഭവനത്തിൻ്റെ തെക്ക് ദിക്കിൽ കൂടുതൽ സ്ഥലം ഒഴിച്ചിടുകയോ നീളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ താമസക്കാർക്ക് വളരെയേറെ ദൗർഭാഗ്യങ്ങളുണ്ടാകും. തെക്ക് നിന്ന് അഗ്നി ദിക്കിലേക്ക് ചരിഞ്ഞോ വളഞ്ഞോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ദാരിദ്ര്യവും ധനനഷ്ടവും ഫലം. വ്യാപാരികൾക്കും സ്ത്രീ സംരംഭകർക്കും ഈ ദിക്കിലേക്ക് നോക്കുന്ന സ്ഥാപനങ്ങൾ നല്ലതാണ്. ഇനി വടക്ക് ദർശനം വരുന്ന ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ വടക്ക് ദിക്കിൻ്റെ അധിപൻ കുബേരനാണ്. ബിസിനസ്, പണം എന്നിവ ഈ ദിക്കിൻ്റെ പ്രത്യേകതയാണ്. ഈ ദിക്കിലേക്ക് ദർശനമുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർക്ക് ക്ഷമയും സഹനതയും സ്നേഹവും കൂടുതൽ ആയിരിക്കും. വടക്ക് നിന്നുള്ള നിർമ്മാണ പ്രവർത്തനവും വടക്ക് കിഴക്ക് ദിക്കിലേക്ക് നീട്ടിയാൽ ധാരാളം സമ്പത്തും സന്തോഷവും ഉണ്ടാകും. വടക്ക് ദിക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ സ്ത്രീകൾക്ക് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. വടക്കേ ദിക്കിൽ കല്ലുകളോ അവശിഷ്ടങ്ങളോ കൂട്ടിവയ്ക്കരുത്. അത് കുട്ടികളുടെ പഠനത്തെയും വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. ഇനി തെക്ക് കിഴക്ക് ദർശനമുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളുടെയും നശീകരണ ഊർജമാണ് അഗ്നി. അഗ്നിയുടെ ദിക്കാണ് തെക്ക് കിഴക്ക്. അഗ്നിക്ക് 2 തലകളും 3 കാലുകളും 4 ചെവികളും 2 കൈകളും 7 നാക്കുകളും ഉണ്ടെന്നാണ് വിശ്വാസം. ദേവൻ്റെ വലതുവശത്ത് സുവഹാദേവിയും ഇടതുവശത്ത് സ്വാതാദേവി എന്നിവർ ഭാര്യമാരായി പരിലസിക്കുന്നു. അഗ്നിയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഈ ദിക്കിൽ പാടില്ല. ഈ ദിക്കിൽ വളരെ നീളത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസക്കാർക്ക് മാനസിക തകർച്ചയ്ക്കും കടബാധ്യതകളും ഉണ്ടാക്കും. ഇവിടെ പൂജാമുറിയോ പണമുറിയോ കിടപ്പുമുറിയോ വന്നാൽ അഗ്നികോപമുണ്ടായി അനർത്ഥങ്ങൾ ഉണ്ടായേക്കാം. മലിനജലം, സെപ്റ്റി ടാങ്ക് എന്നിവ ഈ ഭാഗത്ത് വന്നാൽ വളരെയേറെ ദോഷങ്ങളുണ്ടാക്കും. ഇനി തെക്ക് പടിഞ്ഞാറ് ദർശനമുള്ള ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിക്ക് അല്ലെങ്കിൽ കന്നിമൂല വളരെ പ്രധാനപ്പെട്ടതാണ്. നിരർദിയാണ് ഈ ദിക്കിൻ്റെ ദേവൻ.
7 ദിക്കുകൾക്കും അധിപന്മാർ ദേവന്മാരായിരിക്കുമ്പോൾ ഈ ദിക്കിനു മാത്രമാണ് നിരതി എന്ന രാക്ഷസൻ അധിപനായിട്ട് വരുന്നത്. നിരതി ക്ഷിപ്രകോപിയായതിനാൽ അദ്ദേഹം താമസക്കാർക്ക് ഗുണമായാലും ദോഷമായാലും കടുത്ത ഫലങ്ങൾ നൽകും. ഈ ദിക്കിൽ കൂടുതൽ സ്ഥലം തുറസായിടുന്നതും നീളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ദോഷമാണ്. ഇത് താമസക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാണ്. ഈ ദിക്കിൽ അലോസരമുണ്ടായാൽ പുരുഷന്മാരെ മദ്യപാനികളാക്കുകയും കുടുംബത്തിൽ തകർച്ചയും കലഹവും ഉണ്ടാക്കും. തെക്ക് പടിഞ്ഞാറ് ദർശനമുള്ള ഭവനത്തിൽ താമസിക്കുന്നവർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ ദിക്കിൽ നിന്നുള്ള കാറ്റ് താമസക്കാർക്ക് അസുഖങ്ങൾ വരുത്തുന്നതാണ്. അതുകൊണ്ട് കൂടുതലും അടഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. ഇനി വടക്ക് പടിഞ്ഞാറ് ദർശനം വരുന്ന ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപതി വായു ഭഗവാനാണ്. ഉപയോഗക്രമമനുസരിച്ച് നമ്മളെ ധനവാനാക്കാനും ദരിദ്രനാക്കാനും ഈ ദിക്കിന് കഴിയും. ഈ ദിക്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടുന്നതും കുളങ്ങൾ മുതലായവ കുഴിക്കുന്നതും നല്ലതല്ല. അത് ആ ഗ്രഹത്തിൽ താമസിക്കുന്നവരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്. സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വടക്ക് പടിഞ്ഞാറ് ദിക്ക്. കാരണം ഗർഭം, പ്രസവം, കുട്ടികളുടെ വളർച്ച എന്നിവ ഈ ദിക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സന്തോഷവും അഭിവൃദ്ധിയും ഗ്രഹത്തിലുണ്ടാകും. എന്നാൽ ഈ ദിക്കിന് കുഴപ്പമുണ്ടായാൽ കലഹം, ദാരിദ്ര്യം, ശത്രുത എന്നിവ ഉണ്ടാകും. ഇനി വടക്ക് കിഴക്ക് ദർശനം വരുന്ന ഗ്രഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദിക്കുകളിൽ വെച്ച് ഏറ്റവും വിശുദ്ധിയുള്ള ദിക്കാണ് ഇത്. ഈ ദിക്കിൻ്റെ അധിപൻ ഈശാനനാണ്. കുട്ടികളുടെ വളർച്ച, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, പുരോഗതി, ദീർഘായുസ് എന്നിവയ്ക്ക് ഈ ദിക്കിന് വേണ്ട വിധം സംരക്ഷിച്ചില്ലെങ്കിൽ ദോഷങ്ങളുണ്ടാക്കും. മറ്റു ദിക്കുകളെ അപേക്ഷിച്ച് ഈ ദിക്ക് തുറസായിടുന്നതാണ് ഉത്തമം. ഇവിടെ സ്ഥലം കുറവായാൽ ദുഷ്ടശക്തികൾ ആധിപത്യം വഹിക്കുന്നതാണ്. അനുകൂലമായ കാന്തിക ഊർജം കടന്നു വരുന്നത് വടക്ക് ദിക്ക് വഴിയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം വാതിലുകളും ജനലുകളും ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി നിങ്ങളുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉത്തമനായ ഒരു കർമ്മിയെക്കൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് വാസ്തുയന്ത്രവും പഞ്ചശിരസും സ്ഥാപിച്ചാൽ ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ കൈവരും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.